ഹായ് വന്നുട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും ഇതെല്ലാം നല്ല വെളുത്ത് തുടുത്ത് വരാനും നല്ല ആരോഗ്യമായിട്ട് ഹെൽത്തിയായും പ്രോട്ടീൻ അടങ്ങിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോണേ. അതിനായിട്ട് ഒരു 3 സ്പൂണ് റാഗി ഒരു പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൽ കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് കടല, കുറച്ച് ഉണക്കമുന്തിരി, വെള്ളമുന്തിരിയും കറുപ്പ മുന്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിൽ വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം പാനിൽ ഒരു ഗ്ലാസ് പാലൊഴിക്കുക. അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടിച്ചെടുത്ത എല്ലാ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം കൈയടക്കാതെ ഇളക്കണം. അതിൻ്റെ കൂടെ ഒരു 2-3 സ്പൂണ് ഓട്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഒരു അര മുറി ബീറ്റ്റൂട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല ജ്യൂസാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ചെറിയ തീ, ഒരു മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കുക. ഇതെല്ലാം നല്ലോണം ഇളക്കി കുറച്ച് കഴിയുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വരും. നല്ല ഒന്ന് കുറച്ച് നേരം ഇളക്കി വെക്കുക. ഇളക്കാതെ വെക്കരുത്. ഇളക്കാതെ വെക്കുമ്പോൾ നമ്മളെ പാനിൻ്റെ അടിയിൽ പിടിക്കും. ഇതിൽ റാഗി പെട്ടെന്ന് പാനിൽ പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതുപോലെ ബീറ്റ്റൂട്ട് നമ്മുടെ ശരീരത്തിന് നല്ല നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ്. ഫ്രൂട്ട്സായിട്ടും കഴിക്കേണ്ട, വെജിറ്റബിളായിട്ടും കഴിക്കാൻ. അതും കണ്ട് വെന്തതിൻ്റെ ശേഷം ഇപ്പം എല്ലാം റെഡിയായി. അതിൻ്റെ ശേഷം ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെൽത്തി പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ കമൻറ്റും വളരെയധികം വിലപ്പെട്ടതാണ്. എല്ലാവരും കമൻ്റ് ഇടണം. ഇനി കുറച്ച് പിസ്ത, ഇനി കാണാനൊരു ഭംഗിക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വരുമ്പോൾ കാണട്ടോ. ബായ്.